തുടർ പരാജയങ്ങളുടെ നടുവിലും അഭിനയിച്ച സിനിമകളിലെല്ലാം മികച്ച പ്രകടനങ്ങൾ പുറത്തെടുത്തുവെന്ന് ആളുകൾ പറയാറുള്ളൊരു നടൻ. തുടർ തോൽവികളിലെല്ലാം തലതാഴ്ത്തി നിൽക്കുക. എന്നാൽ വിജയിക്കുന്ന സിനിമകളിൽ ആരാധകരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവർ മൂലമാണ് ഞാൻ വിജയിച്ചത് എന്ന് പറഞ്ഞ് അവർക്ക് ക്രെഡിറ്റ് നൽകുന്നൊരു നടൻ, മലയാളത്തിന്റെ ആസിഫ് അലി. സിനിമയിലേക്ക് കൈപിടിച്ചുയർത്താൻ അവന് ഗോഡ് ഫാദർമാരുണ്ടായിരുന്നില്ല. ഒറ്റക്കായിരുന്നു ആസിഫ് അലി സിനിമയിലേക്ക് നടന്നു കയറിയത്. അതിതീവ്രമായ സിനിമയിൽ അഭിനയിക്കണമെന്ന പാഷൻ മുറുകെ പിടിച്ചതിന്റെ ഫലമായി അയാൾ സിനിമയിലേക്ക് എത്തി. മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടനാണ് ആസിഫ് അലി. എല്ലാ കാലത്തും ആസിഫ് അലിക്ക് ഒരു കൃത്യമായ ഫാൻ ബേസ് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു. അയാളുടെ തുടക്ക സിനിമയായ ഹൃദു മുതൽ അങ്ങോട്ട് പിന്നീട് ഗ്രാജുവലായ ഒരു ഗ്രോത്താണ് തന്റെ കരിയറിൽ ആസിഫ് അലി സൃഷ്ടിച്ചിട്ടുള്ളത്. ആസിഫ് അലി ചിത്രങ്ങളിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഹിറ്റുകൾ, ഫ്ലോപ്പുകൾ, അങ്ങനെ സമ്മിശ്രമായ പലതരം സിനിമകളുടെ ഒരു സങ്കീർണതയാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്നാൽ പിന്നീട് അയാൾ മലയാളികളുടെ പ്രിയപ്പെട്ട താരമായി മാറുന്നു. അതിനിടയിൽ മറ്റേത് യൂത്തന്മാരെക്കാളും ഫാൻ ബേസ് ഉള്ള ഹണീബിയൊക്കെ ഇറക്കി കേരളത്തിൽ കൾട്ട് ഫാൻ ബേസ് ഉണ്ടാക്കാനും ആസിഫ് അലിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ആസിഫ് അലിയുടെ പ്രയാണം ഒരു റീ എൻട്രി നടക്കുന്നത് ഈ അടുത്ത കാലത്തായിട്ടാണ്. അസുരവിത്തിലൂടെ സൂപ്പർ സ്റ്റാർ ആവാൻ നോക്കിയ ആസിഫ് അലിയുടെ കഥ അവിടെ തീർന്നു എന്നാണ് ആളുകൾ കരുതിയത്. ആ പടം ബോക്സ് ഓഫീസിൽ വൻ ദുരന്തമായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഒരുപാട് ചിത്രങ്ങളിൽ അയാൾ ക്യാമിയോയും മറ്റും വന്നു. ആസിഫ് അലി ഗസ്റ്റ് റോളിലുണ്ടോ എങ്കിൽ ഹിറ്റാകുമെന്നൊരു വിശ്വാസം വരെ മോളിവുഡിൽ പൊതുവെ ഉണ്ടായിരുന്നു. വെള്ളിമുങ്ങയുടെ സമയത്തൊക്കെ അതിങ്ങനെ തുടർന്നു പോയി. അപ്പോഴും വലിയ വലിയ വിജയങ്ങളിലേക്ക് എത്താൻ ആസിഫ് അലിക്ക് പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. എന്നാൽ മലയാളികൾ എല്ലാവരും കാണുന്ന കുഞ്ഞു കുഞ്ഞു നല്ല നല്ല സിനിമകളിലൂടെ മലയാളി പ്രേക്ഷകർക്കിടയിൽ വലിയ രീതിയിലൊരു ഇഷ്ടവും സ്വീകാര്യതയും അയൽവീട്ടിലെ പയ്യൻ എന്ന പോലെയുള്ള ഒരു സ്നേഹവുമൊക്കെ ആസിഫ് അലി സൃഷ്ടിച്ചെടുത്തിരുന്നു. പിന്നീട് അങ്ങോട്ട് ചില സിനിമകൾ പൊട്ടിയത് മൂലം അദ്ദേഹത്തിന് തിരിച്ചുവരവില്ലെന്ന് വരെ ആളുകൾ കരുതി. എന്നാൽ ഈ തിരിച്ചുവരവിൽ നിന്ന് ഒരു തിരിച്ചുപോക്കില്ല എന്ന് പറയുന്നത് പോലെ റൊഷാക്കിലൂടെ, അത് കഴിഞ്ഞ് കെട്ടിയോളാണ് എൻ്റെ മാലാഖയിലൂടെ, പിന്നീട് ഇങ്ങോട്ട് കിഷ്കിന്ദ കാണ്ഡത്തിലൂടെയും ഏറ്റവും ഒടുവിലിറങ്ങിയ തലവൻ, പൂമൻ തുടങ്ങി വ്യത്യസ്തമായ സിനിമകളിൽ കഴിഞ്ഞ് ഏറ്റവും അവസാനം ഇറങ്ങിയ രേഖാചിത്രം വരെ അദ്ദേഹത്തിന്റെ കരിയർ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. ആസിഫ് അലി ഒരു പാഠമാണ്. എത്ര തന്നെ മോശം ചിത്രങ്ങൾ തന്റെ കരിയറിൽ ഉണ്ടായാലും പിന്നീട് അതിനെയെല്ലാം മറികടന്ന് തന്റെ അഭിനയത്തിലൂടെ മലയാള സിനിമയിൽ ഒരു ഇരിപ്പിടം എങ്ങനെ ഉറപ്പിക്കാമെന്നതിന്റെ പാഠപുസ്തകം. അദ്ദേഹത്തിന് എല്ലാത്തരം വേഷങ്ങളും ഇണങ്ങും. എല്ലാത്തരം വേഷങ്ങളും അദ്ദേഹം അഭിനയിക്കും. ടോപ്പ് ക്ലാസ് ഹീറോ മുതൽ നാടൻ, ലോക്കൽ, തനിനാടൻ മലയാളിയായി വരെ അദ്ദേഹം അഭിനയിക്കാൻ തയ്യാറാണ്. അതുപോലെ തന്നെ ഏതൊരാളുകളുമായും ഇടപെടുമ്പോൾ വളരെ സൗഹാർദ്ദപരമായും സ്നേഹപരമായിട്ടാണ് ആസിഫ് അലി ഇടപെടുക. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെ നല്ല ഫാൻ ബേസാണ് മലയാളത്തിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് എല്ലാ കാലവും നിലനിർത്താനുള്ള പണി അദ്ദേഹം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷനിലൂടെ കടന്നു വരികയാണെങ്കിൽ കിഷ്കിന്ദഖണ്ഡമൊക്കെ ചെറിയ ബഡ്ജറ്റിൽ ഇറങ്ങി വലിയ ബോക്സ് ഓഫീസ് വിജയമാണ് അതിന്റെ പ്രൊഡ്യൂസർക്ക് നേടിക്കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു മിനിമം ഗ്യാരണ്ടിയുള്ള നടനായി ആസിഫ് അലി മാറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനം ഇറങ്ങിയ ലെവൽ ക്രോസ് ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ റേഞ്ച് അടയാളപ്പെടുത്തുന്ന സിനിമകൾ നിരവധിയാണ്. എന്നാലും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആസിഫ് അലി ചിത്രം പറഞ്ഞാൽ ഉറപ്പായും നമുക്ക് പറയാൻ സാധിക്കുക കെട്ടിയോളാണ് എൻ്റെ മാലാഖ തുടങ്ങി ഒരുപാട് നല്ല ചിത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്.